എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷാവിജ്ഞാനിയുമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ രക്ഷാവിജ്ഞാനത്തിലെ അതിപ്രധാനമായ വിശ്വാസത്തെക്കുറിച്ച് പറയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസമാണ്. അതിൽ മാനസാന്തരമുണ്ട്, അതേക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ്. മാനസാന്തരപ്പെടാതെ വിശ്വസിക്കുക, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒന്നാണ്. പക്ഷെ എന്താണ് വിശ്വാസം എന്നതിനെ കുറിച്ച് വേദശാസ്ത്രികൾക്കിടയിൽ കാര്യമായ സംവാദങ്ങളിലേക്കൊന്നും നിങ്ങളെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിൽ വിശ്വാസത്തിന് 3 വാക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലെ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഹെ ഏമിൻ എന്നൊരു വാക്കാണ്. വ്യത്യസ്ത ക്രിയാരൂപങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ട്. പോറ്റുക, സ്ഥിരമായിരിക്കുക, ഉറച്ചിരിക്കുക, സത്യമായി ഗണിക്കുക, വിശ്വസിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ബേത്ത് എന്നും ലാമേദ് എന്നുമുള്ള 2 ഉപസർഗങ്ങൾ ചേർത്ത് ഈ വാക്ക് ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴൊക്കെ സമ്മതിക്കുക, സ്വീകരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അവർ വിശ്വാസത്തിന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സമ്മതിക്കുക, നമ്മൾ സ്വീകരിക്കുക എന്നൊരു മൂല ആശയം അതിലുണ്ട്. മറ്റൊരു വാക്കാണ് ബറ്റാക്ക്. ഈ വാക്കിനെ ചാരുക, ആശ്രയിക്കുക, വിശ്വസിക്കുക എന്നീ അർത്ഥങ്ങളിലാണ് ഇത് പരിഭാഷ ചെയ്തിട്ടുള്ളത്. ബുദ്ധിപരമായ കേവല വിശ്വാസത്തെ അല്ല, പ്രത്യുത പൂർണ്ണ ബോധ്യതയോടുകൂടെ ആശ്രയിക്കുക എന്ന ആശയമാണ് ഈ വാക്യത്തിൽ. നമ്മുടെ ബുദ്ധിയിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം പറഞ്ഞതിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന ആശയമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു വാക്ക് ഖാസ എന്നൊരു വാക്കാണ്. ഖാസ ചുരുക്കമായി മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. സങ്കേത നഗരത്തിലേക്ക് ഓടി രക്ഷപ്പെടുക എന്ന ആശയമാണ് ഈ വാക്കിനുള്ളതെന്നാണ് പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് ഒരു പാവി ഓടിച്ചെന്ന് രക്ഷപ്പെടുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവത്തെ കാണിക്കുന്ന ഒരു വാക്കായിട്ടുണ്ട്. അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല. ഈ വിശ്വാസം എന്ന വാക്കിന്റെ നാമരൂപം 2 പ്രാവശ്യമേ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ക്രിയാരൂപത്തിലാണ് വന്നിട്ടുള്ളത്. ആവർത്തനം 32:20 ഹബക്കൂക്ക് 2:4 ആണ് ഇത് നാമരൂപത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഹബക്കൂക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ചില ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ ഹബക്കൂക്ക് 2:4 വിശ്വസ്തത, വിശ്വാസം എന്നല്ല വിശ്വസ്തത എന്നാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായിട്ട് റിവൈസ്ഡ് വേർഷനിൽ അങ്ങനെയാണ് വിശ്വസ്തത. സത്യവേദ പുസ്തകത്തിൽ ആവർത്തനം 32:20 നേരെ എന്നാണ്, നേരെ എന്നും. ഹബക്കൂക്ക് 2:4 വിശ്വാസം എന്നുമാണ് പരിഭാഷ. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉദ്ധരിച്ചിട്ടുള്ളതെല്ലാം നാമരൂപത്തിലാണ് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസം, വിശ്വസിക്കുക എന്നല്ല വിശ്വാസം എന്നാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ വളരെ റെയറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിലാണ് വിശ്വാസം എന്ന വാക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിൽ പിസ്റ്റിസ് എന്നും പിസ്റ്റുവെയിൻ എന്നും ബന്ധമുള്ള 2 വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 വാക്കുകളും ആശ്രയിക്കുക എന്ന അടിസ്ഥാന അർത്ഥമുള്ള 2 വാക്കുകളാണ്. പിസ്റ്റിസ് എന്ന വാക്കിന് ക്ലാസിക് ഗ്രീക്കിൽ 2 അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിലുള്ള ഒരാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വാക്കുകളെ നാം ശരിയെന്ന് അംഗീകരിക്കുന്നതിന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സെപ്റ്റ്വജിന്റിൽ ക്രിയാരൂപത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിന് കാരണം എബ്രായ ബൈബിളിൽ വിശ്വാസം എന്നതിന് സമാനമായ വാക്ക് നാമരൂപത്തിൽ അപൂർവമായി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. 2 പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് സെപ്റ്റ്വജിന്റിലും നാമരൂപത്തിൽ അത് അധികം ഉപയോഗിച്ചിട്ടില്ല, ക്രിയാരൂപത്തിലാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനെങ്കിലും നിങ്ങളോട് ഇത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്താണ് ഈ പിസ്റ്റിസിന് പുതിയ നിയമത്തിലുള്ളതായിരിക്കുന്ന അർത്ഥം? അതാണല്ലോ നമുക്ക് പ്രധാനമെന്ന് പറയുന്നത്. ഈ വാക്കിന് നമ്മുടെ തിയോളജിയിൽ എന്താണ് അർത്ഥം? ഒന്നാമത് പറയുന്ന ബുദ്ധിപരമായ ബോധ്യതയ്ക്കാണ് പിസ്റ്റിസ് എന്നും പിസ്റ്റുവിൻ എന്നും ഒക്കെ പറയുന്നതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ബുദ്ധിപരമായ ബോധ്യത.
ഈ ബുദ്ധിപരമായ ബോധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യമാകാതെ ചിലപ്പോൾ നമ്മൾ സമ്മതിക്കുമല്ലോ അല്ലേ? നമുക്ക് യാതൊരു ബുദ്ധിപരമായ ബോധ്യതയില്ല. ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് നമ്മൾ ഇന്ന് മഴ പെയ്യൂടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാണ് മഴ പെയ്യും. ആ മഴ പെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ശാസ്ത്രീയമായ യാഥാർത്ഥ്യമുണ്ടോ, വേറെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കുന്നില്ല. നമ്മളതങ്ങ് അന്ന് രാത്രി മഴ പെയ്തില്ലായിരിക്കും, നമ്മൾ അതേക്കുറിച്ച് ഓർക്കുകയില്ല. എന്നാൽ ബുദ്ധിപരമായിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ചിന്തിച്ച് നമ്മുടെ ചിന്തയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതാണ് ബുദ്ധിപരമായിരിക്കുന്ന ബോധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിപരമായ ബോധ്യത മിക്കവാറും ഒരാളുടെ സാക്ഷ്യത്തെ ആധാരമാക്കിയുള്ള ബോധ്യതയായിരിക്കും. സാക്ഷ്യം നൽകുന്ന വ്യക്തിയുടെ സ്വഭാവത്തിന്റെ മേലുള്ള ഉറപ്പാണ്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്മേലുള്ളതായിരിക്കും നമ്മുടെ ഉറപ്പാണ്. ദൈവം സത്യമാണ്, നീതിമാനാണ്, വിശുദ്ധനാണ്. തന്റെ വാക്കുകളെല്ലാം ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നു. കാരണം ദൈവം ആരെന്നുള്ളതായിരിക്കുന്ന അതിന്റെ ഉറപ്പിലാണ്. ചില ആളുകള് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പച്ചൻ ചില വസ്തുക്കളൊക്കെ ഇടപാട് ചെയ്തപ്പോ ഒന്നും അഡ്വാൻസ് അവർ ചോദിച്ചാൽ സാറിന്റെ വാക്കാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. സാറിന്റെ വാക്കാണ് അഡ്വാൻസ്. സാർ വാക്ക് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. ഇനി വേറെ ആരെത്ര കാശ് തന്നാലും ഞങ്ങൾ കൊടുക്കുകയില്ല. സാർ എപ്പോൾ കാശുണ്ടോ അപ്പോൾ വന്നാൽ മതി, എപ്പോഴും തന്നെ. അങ്ങനെ ചില ആളുകളിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു സത്യസന്ധരായ ആളുകളാണ്. അതേസമയം വേറെ ചില ആളുകൾ നമ്മൾ വിശ്വസിക്കില്ല. കള്ളനാണ്, വഞ്ചകനാണ്, സൂക്ഷിച്ചോണേ എന്ന് പറയും. പറയുന്നിടത്ത് നേര് നെറി കാണുകയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോ ഒരാളിൽ നമുക്ക് വിശ്വാസം വരുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ഉത്കൃഷ്ടത കൊണ്ടാണ്. വേറെ ആൾ നമുക്ക് വിശ്വാസം വരാത്തത് അദ്ദേഹത്തിന്റെ സ്വഭാവം വിശ്വസിക്കത്തക്കതാണെന്ന് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടില്ല. അപ്പോ ഈ വിശ്വാസം എന്നുള്ളതായിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു ബോധ്യത എന്നൊരർത്ഥമുണ്ട്. ബോധ്യത. വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ വചനം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം വ്യാജം പറയില്ല, കള്ളം പറയില്ല. അപ്പൊ വചനത്തിലുണ്ടോ? ഉണ്ട്. ഞാൻ വിശ്വസിക്കും. ഇത്ര നോക്കി. അപ്പൊ ചിലർ അങ്ങനെ ചോദിക്കും, വചനത്തിൽ നിന്ന് കാണിക്കാമോ? ഞാൻ വിശ്വസിക്കാം, പിന്നെ എനിക്ക് ചോദ്യമില്ല. അതെ, വചനത്തിൽ നിന്ന് കാണിക്കാം. എന്നോട് പണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ തൃശ്ശൂരായിരിക്കുന്ന കാലത്ത് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകും. ചില ഒരു വീട്ടിൽ ഇങ്ങനെ ഒരമ്മച്ചിയാണ്, ഒരു യാക്കോബേക്കാരി അമ്മച്ചിയാണ്. അമ്മച്ചിയോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് വചനത്തിൽ നിന്നെടുത്ത് ഓരോ വചനത്തിനടുത്ത് അമ്മച്ചിയെ കൊണ്ട് തന്നെ വായിപ്പിച്ച് അമ്മച്ചിയുടെ വിശ്വാസം ഏതാണ്ട് അസ്തമിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ 3-4 വിഷയങ്ങൾ അമ്മച്ചി മുറുകെ പിടിച്ച വിഷയങ്ങൾ ബൈബിൾ അങ്ങനെ പഠിക്കുന്നു. മോനെ അവിടെ നിർത്താൻ, മോനെ ഇതിനൊക്കെ പ്രായമുള്ള ആളാണ്, മോനെ അവിടെ നിർത്താൻ പറഞ്ഞു. എടാ നീ എന്നല്ല, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞെങ്കിലേ വിശ്വസിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ നീ എന്നല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ അന്ന് ബൈബിൾ പറയുന്നത് പറഞ്ഞാൽ ഒരു കാര്യമില്ല, അച്ഛന്മാർ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. അപ്പൊ അവരുടെ വിശ്വാസം അച്ഛന്മാരുടെ, അവരുടെ വിശ്വാസം അച്ഛന്മാരുടെ, നമ്മുടെ വിശ്വാസം അച്ഛന്മാരല്ല. അച്ഛന്മാർ വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക. സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുക. അതിനെ ഈ ബോധ്യത എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശയം, ബുദ്ധിപരമായ ബോധ്യത എന്ന് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 1:27 വായിച്ച്, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടുന്നു. ഇപ്പൊ പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ അടുക്ക വന്നിട്ടായാലും ദൂരെ ഇരുന്ന് കേട്ടിട്ടായാലും സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടും. അതൊരു വലിയ വിശ്വാസം, അതാണ് ബോധ്യത. സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി. സുവിശേഷത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സന്ദേശം, സുവിശേഷത്തിന് ആധാരമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്ക്. നമ്മൾ ആ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ചില ആളുകളോട് നമ്മൾ ഒത്തിരി സംവാദിക്കുകയൊന്നും വേണ്ട, ബൈബിളിൽ നിന്ന് വാക്യം കാണിച്ചാൽ 1-2 വാക്യങ്ങൾ കാണിച്ചാൽ മതി, മനസ്സിലായി, ബോധ്യമായി. എത്ര യുക്തി കൊണ്ട് പറഞ്ഞാലും എത്ര സഭാചരിത്രത്തിൽ പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, ദൈവം പറയുന്നു എന്ന് പറഞ്ഞാൽ അത് മതി. വേറെ ചിലർക്ക് ചരിത്രത്തിൽ നിന്ന് പറഞ്ഞെങ്കിലേ അവർ വിശ്വസിക്കത്തുള്ളൂ, യുക്തി കൊണ്ട് തെളിയിച്ചെങ്കിലേ അവർ വിശ്വസിക്കൂ. കാരണം അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. അങ്ങനെയുണ്ട്. ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർക്കല്ലേ ദൈവത്തിൽ വിശ്വസിക്കും. ചോദിപ്പി നൽകി തരാമെന്ന് പറഞ്ഞ് നമ്മൾ എത്ര കാലമായിട്ട് ചോദിക്കുന്നു, 100 രൂപയ്ക്ക് വേണ്ടി ഇതുവരെയും കിട്ടുന്നില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ പ്രയാസമാണ്. വേറൊരാൾ 10 ലക്ഷം രൂപ ആവശ്യം വന്ന് ദൈവത്തോട് ചോദിച്ചു, കയറി നിന്ന് പ്രാർത്ഥിച്ചു, സമാധാനത്തിറങ്ങി വരുന്നു, താങ്ക് യു ലോർഡ്, യു വിൽ പ്രൊവൈഡ്. ആ പണം ആവശ്യമായി വരുന്ന സമയത്തിനുള്ള ദൈവം അത് പ്രൊവൈഡ് ചെയ്യുന്നു. വിശ്വാസമില്ലേ? മറ്റവനെന്താ ഉണ്ടാകാത്തത്? മറ്റവൻ ഇത് ഈ പ്രാവശ്യം ദൈവം തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്നുള്ളതായിരിക്കും ഒരു മനോഭാവത്തിലായി പ്രാർത്ഥിക്കുന്നത്. ദൈവം കേൾക്കുമെന്ന് തരുമെന്നുള്ളതല്ല,
ഇത് കിട്ടിയാൽ ഞാനങ്ങ് വിശ്വസിച്ചേക്കാം. ദൈവം അങ്ങനെ വിശ്വസിപ്പിക്കാൻ ആരെയും താല്പര്യമുള്ള ഒരാളല്ല. അപ്പൊ അത് വിശ്വാസമല്ല. അതവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ വിശ്വസിക്കാമെന്നാ പറയും. എൻ്റെ അനുഭവം ഞാൻ വിശ്വസിക്കാം. നമ്മളെല്ലാം അങ്ങനെയല്ലേ? തേൻ മധുരമാണെന്ന് പറഞ്ഞാലും അത് തേൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആളുകളോട് തേൻ മധുരമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? തോമസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയും, എൻ്റെ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ടല്ലാതെ യാതൊരു കാരണവശാലും ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾ മധുരം 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 എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ മധുരം തൊട്ട് നോക്കിയിട്ട് ഇപ്പൊ എന്ത് തോന്നി ചോദിച്ചാൽ എന്തോ ഒരു രുചിയുണ്ട്. കാരണം തേൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്തവൻ ഈ തേൻ തൊട്ട് നോക്കിയപ്പോഴത്തെ രുചി എന്താന്ന് പറയാൻ ഒക്കുമോ? പറയാൻ ഒക്കുകയില്ല. ഇടപോഷ ആ തേനിന്റെ സ്വാദിനായി എന്ത് പറയുന്നത്? മധുരം എന്ന് പറയുന്നത്. അതവൻ വിശ്വസിക്കണമെങ്കിൽ അത് ആര് പറഞ്ഞോ ആളിൽ അവന് വിശ്വാസം വേണം. ഒരു പക്ഷേ ഒരു ശാസ്ത്ര പുസ്തകത്തിൽ ഇത് പറഞ്ഞാൽ അവൻ പറയും ശരിയാ, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ വിശ്വസിക്കാം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിക്കുക. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോധ്യതയാണ്. ദൈവത്തിലുള്ള നമ്മുടെ ബോധ്യതയ്ക്കാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു ബോധ്യത നമുക്ക് ലഭിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കും. ദൈവം പറയുന്നത് വിശ്വസിക്കുക. അതെ, അതുകൊണ്ടാണല്ലോ ഈ സാധാന്യമായ എല്ലാ സിസ്റ്റങ്ങളും, അതായത് ലോജിക്കായാലും എവല്യൂഷനായാലും പിന്നെ യുക്തിവാദമായാലും ആധുനികമായ എല്ലാ ചിന്താഗതികളാണെങ്കിലും ആദ്യം അവർ അറ്റാക്ക് ചെയ്യുന്ന ബൈബിളിനെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു എന്നൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് വിശ്വാസം. അപ്പൊ ബൈബിൾ വിശ്വസിക്കാവുന്ന ഒരു ഗ്രന്ഥമല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ത് ചെയ്യും? തകർന്നു പോകും. ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സത്യമല്ലതിൽ നുണയുണ്ട് എന്നൊരാൾക്ക് തെളിയിച്ചാൽ, ഒരു നുണ തെളിയിച്ചാൽ മതി. കാരണം ഒരു നുണ ഉണ്ടായാൽ രണ്ടാമത് ഒരു നുണയുടെ വെക്കാവില്ല. രണ്ട് നുണ വന്നാൽ മൂന്നാമത് ഒരെണ്ണം കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബൈബിളിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ വിശ്വാസ്യത, ബൈബിളിൽ വിശ്വാസത്തോടുകൂടെ ചോദിച്ചാൽ, അപ്പൊ വിശ്വാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം വിശ്വാസത്തോടുകൂടെ ചോദിക്കാൻ. അല്ലേ? അങ്ങനല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന വാക്കുകളിൽ ഉള്ള നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നാം ആദ്യം ബോധ്യമാവുകയും ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ കിട്ടും. അങ്ങനെ 5 ലക്ഷമോ 5 കോടി 10 കോടിയോ ഒക്കെ ദൈവം ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല. മറിച്ചാ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഭോഗേച്ഛകൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വാഗ്ദത്തം എന്തേ ഉള്ളൂ? മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുകയില്ല. അപ്പൊ ഈ സുവിശേഷത്തിന് രക്ഷിക്കാൻ വയ്യാത്ത ആരെ രക്ഷിക്കാൻ വയ്യാത്തത്? അങ്ങനെയൊക്കെ ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആളുകളെ പലപ്പോഴും നമ്മൾ സുവിശേഷം പറഞ്ഞ ആള് രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം ഒന്ന്, കാര്യമൊന്നല്ല, സുവിശേഷം പറയുന്നതായിരിക്കുന്ന ആളുകളെ അവർക്ക് അത്രയും അങ്ങോട്ട് വിശ്വാസം തോന്നുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ വന്ന് വിശക്കെന്ന് പറഞ്ഞാൽ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇല എടുത്തുകൊണ്ട് വരാൻ പറയും. ഞാൻ പറയില്ലേ? ഇല എടുത്തുകൊണ്ട് വരാൻ. ഈ ഇല എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് വെച്ചാൽ വീട്ടിലെ പാത്രത്തിൽ കൊടുക്കില്ല. അവർക്ക് വീട്ടിലെ പാത്രത്തിൽ കൊടുക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്നോണ്ട് ഇല എടുത്തുകൊണ്ട് വരാൻ പറയില്ല, വീട്ടിലെ പാത്രത്തിലാണ് ചോറ് കൊടുക്കുന്നത്. ഈ വീട്ടിലെ പാത്രത്തിൽ ചോറ് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ പകുതി വിശ്വാസം നമ്മൾ നേടിയെടുക്കുന്ന സംഭവമാണ്. കാരണം അവരെ നാം അംഗീകരിക്കുന്നു എന്നുള്ളത്. പിസ്റ്റീസ് പിസ്റ്റ്വെയിൽ എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിലുള്ളതായിരിക്കുന്ന ബോധ്യത, ഒരു ബോധ്യത, ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, പിന്നെ കഷ്ടമനുഭവിപ്പാനും വരും. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വരമാണോ എന്നൊക്കെ പറഞ്ഞത് ഞാനത് പറയാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അത് വലിയ സംവാദമാണ്. ദൈവം നൽകുന്ന ഒരു വരമാണ്, അല്ലെങ്കിൽ ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്നുള്ള വാക്ക് ഞാൻ കോട്ടിലിടുക. പ്രവൃത്തിയാണ് വിശ്വാസം. കാരണം കർത്താവിനോട് വന്ന് ചോദിച്ചല്ലോ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണെന്ന്, ദൈവത്തെ പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്ന നാട്ടിലെ പ്രവൃത്തി. അപ്പൊ വിശ്വാസത്തെ അവിടെ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെയും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ദൈവത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഒരു വലിയ കാര്യമാണ്. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയും വലിയൊരു കാര്യം, ചെറിയ കാര്യമല്ല. ഈ ഇംഗ്ലീഷ് ഭാഷയിലെ ഫെയ്ത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വളരെ വളരെ വാക്കുകളിൽ കൂടെ ഒക്കെ വന്നാണെന്നാ പറയുന്നത്. അത് സംസ്കൃതത്തിലെ ബിദ്ധ് എന്ന ധാതുവിൽ നിന്നാണ് ഫെയ്ത്ത് ഉണ്ടായതെന്നാണ് ഭാഷാ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത്.
പഴയ ഇംഗ്ലീഷിലെ ഫെയ്ത്ത് എന്നുള്ളതിന് FEYTH എന്നായിരുന്നു ഫെയ്ത്ത്. അത് ലത്തീനിലെ ഫൈഡസിൽ നിന്നും വന്നതാണെന്നും ഫൈഡസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ബിദ്ധിൽ നിന്നും വന്നതാണ്. ആ അതിനെ യോജിപ്പിക്കുക, ബന്ധിപ്പിക്കുക, ടു യുണൈറ്റ്, ബൈൻഡ് എന്നൊക്കെയാണ് ആ ബിദ്ധ. ബിദ്ധ എന്നുള്ളത് ബന്ധം എന്നുള്ള വാക്കില്ലേ, ബന്ധിക്കുക, ബിദ്ധ അതിന് മൂലമാണ്. അപ്പോ രണ്ടാളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് സംസ്കൃതത്തിലെ ആ വാക്കിന്റെ മൂലാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അതാണ്. വിശ്വാസം കൂടാതെ ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധ്യമല്ല. വിശ്വാസത്താലാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് സംസ്കൃതത്തിന്റെ റൂട്ടിലുണ്ട്. ദൈവം എന്താണ് ഈ ഭാഷകൾ ഇങ്ങനെ കൊടുത്തപ്പോ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന ആശയങ്ങളാണ്. ബന്ധിക്കുക, ബന്ധ് എന്ന് പറയുന്നത്, ബന്ധനം എന്തെന്നൊക്കെ പറയില്ലേ. അപ്പൊ ഒരു മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു നന്മയാണ്, ഒരു മൂല്യമാണ് വിശ്വാസം, ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനോഹരമായിരിക്കും ഒരു ആശയമാണ്. അതെ, ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇത്തിരി കാലങ്ങളായി. ഞങ്ങളെ ഓർമ്മ പറഞ്ഞു 59 വർഷം, 57 വർഷം ഉണ്ടായി. ഈ വർഷങ്ങളിലെല്ലാം എന്നെയും ഗ്രേസിനെയും ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്തുവാണെന്നറിയാമോ? വിശ്വാസമാണ്. എന്നിൽ ഗ്രേസിന് എപ്പോഴെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എനിക്ക് ഗ്രേസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഡിവോഴ്സസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താ? ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിലുള്ള വിശ്വാസം പോവല്ലേ. അപ്പൊ അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. ബന്ധം, ബന്ധിക്കുക, യുണൈറ്റ് ചെയ്യുക, ബൈൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം. എന്ത് മനോഹരമായിരിക്കുന്ന ഒരു ആശയമാണ്. അപ്പൊ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്നെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനങ്ങ് അംഗീകരിച്ചു, ഞാനങ്ങ് വിശ്വസിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, എന്തൊരു ഭയങ്കര സംഭവമാണ്, ഞാൻ പറയുന്നത് എല്ലാ പാർട്ടി ആമയും പറഞ്ഞു. വേറെ ചിലരെന്ത് പറയുന്നു? ഞാൻ അംഗീകരിക്കില്ല, ഞാൻ സമ്മതിക്കുകയില്ല, ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല, അങ്ങനെ സമ്മതിക്കുകയില്ല. ഒരു 2000 വർഷം മുമ്പ് എരുശലേമിലെ തെരുവിൽ കൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞ് നടന്ന ഒരുത്തിനെ പിടിച്ച് എല്ലാവരും കൂടെ തല്ലിക്കൊന്ന് ക്രൂശിൽ തല്ലി. ആ മനുഷ്യനിൽ വിശ്വസിച്ചാൽ എന്റെ പാവങ്ങളെല്ലാം മോചിച്ചാൽ ദൈവത്തിന് വൈദ്യരാകുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? അതാ അവർ ചോദിക്കുന്നത്. അത് വിശ്വസിക്കാൻ എന്താ ഉള്ളത്? പക്ഷെ നമ്മളെന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പൊ പിതാവെന്ന് പറഞ്ഞറിയാമോ? കണ്ടില്ലേ, ഇങ്ങനെ അപമാനിതനായി മരിച്ചതായിരിക്കുന്ന, നിസ്സഹായനായിരിക്കുന്ന എന്റെ പുത്രൻ എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു വിശ്വാസം. വിശ്വാസം എന്താണെന്ന് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ശരിക്കും മനസ്സിലാകാതെ നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ ഈ വിശ്വാസം, പിസ്റ്റിസ് എന്ന വാക്കിന് വിശ്വസ്തത, ആശ്രയം എന്നുള്ള അർത്ഥമുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം, അവിടെ ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ളതിന് ദൈവത്തിന്റെ പിസ്റ്റിസിന് വലിയ വ്യത്യാസം വരുമോ? ഇല്ല. ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലമൊന്നും, അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ വരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലെ ഈ വാക്ക് വിശ്വാസം എന്നതും വിശ്വസ്തത എന്നുമുണ്ട്. അതെ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളത് വിശ്വസ്തരെ കണ്ടെത്തുമെന്നും ആകാം. ഒരേ വാക്കാ. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വസ്തത കണ്ടെത്തുമല്ലോ. ഒരുപാട് രക്ഷിക്കപ്പെട്ടവരൊക്കെ കാണുമ്പോഴേ വിശ്വസ്തർ കാണത്തില്ല, കാണില്ല. ഇന്ന് തന്നെ വിശ്വസ്തർ കുറവല്ലേ. എന്ത് പറഞ്ഞാലും 100% വിശ്വസിക്കാം എന്ന് നമുക്ക് നമ്മുടെ സഭയിലെ എത്ര ആളുകളെ സംബന്ധിച്ച് ഉറപ്പുണ്ട്? അതും പറഞ്ഞാൽ 100%. പിന്നെ ഒരു സംശയമില്ല, അത് അങ്ങനെ തന്നെ. നമുക്കൊക്കെയില്ല, നമ്മൾ രേഖ ഉണ്ടാക്കണമെന്നും സ്റ്റാമ്പ് പേപ്പർ എഴുതി ഒപ്പിടണമെന്നും 2 സാക്ഷികൾ വേണമെന്നും അല്ലേ ഒക്കെ പറയും. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയുള്ള വിശ്വാസം. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും വിശ്വസ്തരെ അല്ല എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശ്വസ്തരല്ല എന്നുള്ളതാണ്. ഈ വിശ്വസ്തത എന്നുള്ളതായിരിക്കുന്ന വാക്കിന് സമർപ്പണം, ആശ്രയം എന്നുള്ളതായിരിക്കുന്ന ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. യോഹന്നാൻ 2:11 വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ വെള്ളം കോരിക്കൊടുത്ത് വീഞ്ഞായപ്പോ അവര് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? വെള്ളം വീഞ്ഞായെന്നതിനെ വിശ്വസിച്ചെന്നാണോ? അതോ യേശു ക്രിസ്തുവിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചെന്നാണോ? അതോ യോഹന്നാൻ പറഞ്ഞ പോലെ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിച്ചു? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിച്ചു. മനുഷ്യർക്ക് ചെയ്യാവുന്ന ഒരു അടയാളമാണോ?
വെള്ളം വീഞ്ഞാക്കുക? ഇല്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, സുവിശേഷം പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കി, ഇന്നും യേശുക്രിസ്തുവിന് വെള്ളം വീഞ്ഞാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. എന്റെ കുഞ്ഞെ, വെള്ളം മാത്രമല്ല വീഞ്ഞാക്കാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിന് ഇന്ന് എന്തെല്ലാം അതിശയങ്ങൾ ചെയ്യാറിയാലോ. മദ്യത്തെ വിദ്യാഭ്യാസമായി മാറ്റാൻ, മദ്യത്തെ മാന്യതയായി മാറ്റാൻ, മദ്യത്തെ ആരോഗ്യമായി മാറ്റാൻ, മദ്യത്തെ കുടുംബമായി മാറ്റാൻ എന്തെല്ലാം യേശുവിന് കഴിയില്ലേ? എത്ര മദ്യപാനികളായ ആളുകൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവരുടെ കുടുംബം രക്ഷപ്പെട്ടു പോയി, പിള്ളേരുടെ വിദ്യാഭ്യാസം രക്ഷപ്പെട്ടു, പെൺപിള്ളേരുടെ കല്യാണം നടന്നു പോയി, റോഡിൽ കിടന്നുറങ്ങി ഒരു വീട് വെച്ച് എന്നു തെണ്ടി നടന്നവന് ജോലി ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തുവിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ മാത്രമല്ല, വീഞ്ഞിനെ ജീവിതത്തിന്റെ അർത്ഥപൂർണമായി വലുതുമാക്കി മാറ്റാനായിട്ട് കഴിയും. യേശുക്രിസ്തു ചെയ്യുന്ന പോലെയുള്ള അതിശയങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ആരും ചെയ്യുന്നില്ല. വളരെ അതിശയങ്ങളാണ് ചെയ്യുന്നത്. യോഹന്നാൻ 3:16 എന്താ പറയുന്നത്? ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം. അതെ, ലോകത്തെ സ്നേഹിച്ചു അല്ലേ? ഭയങ്കരമല്ലേ? അതെ, ഏവരും എന്ന് പറഞ്ഞപ്പോ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യരും. ഈ വിശ്വാസം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരി വാക്കുകളുണ്ട്, ആലങ്കാരിക പ്രയോഗങ്ങൾ. ഉദാഹരണം, ഇവിടെ ആശ്രയിക്കുക, സമർപ്പിക്കുക, വിശ്വസിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട്. നോക്കുക എന്നുള്ള വാക്ക് യോഹന്നാൻ 3:14-15 വായിച്ച്, വിശ്വസിക്കുക എന്നുള്ളതിന്റെ ഒരു പര്യായ പദം പോലെയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി രക്ഷ പ്രാപിക്കാനായിട്ട് ആളുകൾ എന്താ ചെയ്തത്? പിത്തള സർപ്പത്തെ നോക്കി. അവര് നോക്കി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ചു എന്നല്ലേ? ദൈവം എന്ത് പറഞ്ഞു? പാമ്പ് കടിച്ചവൻ രക്ഷ കിട്ടണമെങ്കിൽ പിത്തളപ്പാമ്പിനെ നോക്കണമെന്ന്. ലോകത്തിലെ വല്ല കോമൺ സെൻസ് ഉള്ളൊരു പ്രസ്താവനയാണ്. ഇന്നിപ്പോ പിച്ചർ സർപ്പത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇവിടെ പൊയ്യാനില്ല ഹോസ്പിറ്റലിൽ, പൊയ്യാനില്ലെന്ന് തോന്നുന്നു, പാമ്പുകളുടെ ചികിത്സ ഏറ്റവും അടുത്തുള്ളത് മെഡിക്കൽ മിഷനിലാണ്. അപ്പൊ മെഡിക്കൽ മിഷന്റെ ഗ്രൗണ്ടിൽ പോയി പാമ്പ് കടി ഏറ്റവും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വന്ന് ഈ പാമ്പിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിക്കുന്നു പൊടി പോലും കാണും. അപ്പൊ അതാ പറഞ്ഞത്. അന്നുകൊണ്ട് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ മിടുക്കന്മാര്. അവർ പറഞ്ഞു, എന്റെ മോശം ഈ തട്ടിപ്പും വെട്ടിപ്പും എന്നാ നീ ഉപേക്ഷിക്കുന്നത്? പാമ്പ് കടിച്ചതിന് ഇതിനെ നോക്കാൻ ഞങ്ങളെ അതിന് കിട്ടിയില്ലല്ലോ പറഞ്ഞു. തത്തുപോയവനും ശാസ്ത്രവും അറിയില്ല, ഒരു സൂത്രവും അറിയാൻ വയ്യാത്ത കുറെ പാവങ്ങളുണ്ടായിരുന്നു. പാമ്പ് കടിച്ചപ്പോ അവരെന്ത് പറഞ്ഞു? ഏതായാലും മോശ പറഞ്ഞല്ലേ നോക്കാൻ, ദൈവം മോശയോട് പറഞ്ഞു നോക്കിയാൽ രക്ഷ കിട്ടും, ഞാനും നോക്കിയേക്കാന്ന് പറഞ്ഞു. അവർക്ക് രക്ഷ കിട്ടുകയും ചെയ്തു. അതാ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ പുത്രൻ തമ്പുരാനെ അതുപോലെ ഉയർത്താൻ പോവുകയാണ്. അവനെ നോക്കി രക്ഷപ്പെടണം, പുത്രനെ നോക്കുന്നവന്. അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഒരു വലിയ ഒരു വശമാണ് ആ നോക്കുക എന്ന് പറയുന്നത്. ഭക്ഷിക്കുക എന്നും കുടിക്കുക എന്നുള്ള പ്രയോഗങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും. ഞങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു. അതെ, മത്തായി 5:6 വായിച്ച്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? വിശക്കുന്നവരും ദാഹിക്കുന്നവർക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? വിശപ്പിന് ആഹാരവും ദാഹത്തിന് വെള്ളവും വേണ്ടേ? കർത്താവ് പറഞ്ഞ അതാണ്. ദൈവത്തിന്റെ നീതി കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ കർത്താവ് വിശ്വസിച്ചാൽ അവർക്ക് തൃപ്തി കിട്ടും, അവർക്ക് രക്ഷ കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞ അർത്ഥം. യോഹന്നാൻ 6:50-58 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഇതേ ആശയങ്ങൾ കർത്താവ് പറഞ്ഞു. തന്റെ മാംസം തിന്നുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന കാര്യമൊക്കെ കർത്താവ് പറഞ്ഞു. അപ്പൊ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരിചയമില്ലാത്ത ഒരു വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുന്നു, ദാഹിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം തരാം. അമ്മച്ചി ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് വരുന്നു. നിങ്ങൾ എന്തോ ഓർത്താ അത് കുടിക്കുന്നത്? വിശ്വാസത്തിന്റെ പുറത്തല്ലേ? നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വരിക, ഇതിൻ്റെ അകത്ത് വിഷം. അല്ല, ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു ബസ്സിൽ നമ്മൾ കയറുന്നു, എങ്ങനെ കയറുന്നത്? ഡ്രൈവർ കുടിച്ചിട്ടുണ്ടോ? എല്ലാം നമ്മൾ ഊതിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. ലൈസൻസ് എടുത്ത് നോക്കാറുണ്ടോ? ഒന്നുമില്ല, വിശ്വാസത്തിലാണ് കയറുന്നത് അല്ലേ? വിശ്വാസത്തിലാണ് കയറുന്നത്. അപ്പൊ വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം. നമ്മൾ അങ്ങനെയാണ് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളുടെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ? വിശ്വസിക്കാൻ ഒരു പ്രയാസം ഉള്ളൂ.
കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വസിച്ചോണ്ട് മാത്രം പുത്രൻ വിശ്വസിച്ച് നിത്യവനാണ്. ഓ നിത്യവൻ അങ്ങനെ അങ്ങനെ നമ്മൾ പറയും. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം അതാണ്. അപ്പോ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണം. വരിക സ്വീകരിക്കുക എന്നുള്ളതിനും വിശ്വാസമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെ ചെയ്യാനാന്ന് പറയുന്നത്. അതറിയില്ല. അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയി. അമ്പാടനെ വിളിച്ചുകൊണ്ട് നീ ആലപ്പുഴ വരെ പോയി പറഞ്ഞു. ഇപ്പം അത് പറഞ്ഞു. ഒറ്റ കൊണ്ട് ഓടി കത്തിച്ച് തിരിച്ചു വന്നു. ഞാൻ പോയിട്ട് വന്നു. എടാ നീ എന്തിനാ ആലപ്പുഴയ്ക്ക് പോയി? എനിക്കറിയില്ല, എന്നോട് പോകാനില്ലേ പറഞ്ഞു. എടാ പൊട്ട, നിന്നോട് പോകാൻ പറഞ്ഞ സാധനം വാങ്ങാൻ വേണ്ടിയാ. നീ അത് പറയുന്നതിന് മുമ്പ് തന്നെ നീ എന്ത് ചെയ്തു? ആലപ്പുഴയ്ക്ക് പോയിട്ട് വന്നു എന്ന് പറയുന്ന പോലെ ചില ആളുകളെ. അങ്ങനെയാ ചില ആളുകള്. വരികയെന്ന് പറയാൻ അങ്ങനെ വരാനല്ല പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്ക് വരാൻ പറഞ്ഞാൽ ഈ ആൾ ആരാണെന്നും ഈ അധ്വാനം എന്താണെന്നും ഈ ഭാരം എന്താണെന്നും അത് ഈ ആളിൻ്റെ അടുക്ക് വന്നാൽ ഈ അധ്വാനത്തിനും ഭാരത്തിനും എങ്ങനെയാണ് പരിഹാരം തരുന്നതെന്നും അതൊക്കെ വിശ്വാസത്തിന്റെ ഉള്ളടക്കമാണ്. വിശ്വാസത്തിന്റെ ഉള്ളടക്കം. സ്വീകരിക്കുക എന്നുണ്ടല്ലോ. അവരെ കൈക്കൊണ്ടാൽ വിശ്വസിക്കുന്നവരുണ്ട്. ആസ്മനിയാസ് റിസീവ്ഡ് ഹിം എന്നല്ലേ യോഹന്നാൻ 1:12. എങ്ങനെയാ അത്? അവനെ കൈക്കൊണ്ട്. അപ്പൊ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതിനല്ലേ വിവാഹത്തിന്റെ സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൈയല്ലേ അത്? സ്വീകരണത്തിന്റെ അടയാളമാണ്. അവരുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. വലിയ അടയാളമാണ്. നമ്മളൊരാൾക്ക് കൈ നീട്ടുമ്പോൾ കൈ കൊടുക്കുന്നത് എന്താ? വിശ്വസിക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ കൈ നീട്ടി നിങ്ങളെ വിശ്വാസമില്ലാത്ത ഒരാൾ കൈ നീട്ടി സ്വീകരിക്കില്ല, ചെയ്യേണ്ടി ചെയ്യില്ല. അത് പിന്നെ പുരാണങ്ങളിലും കണ്ടിട്ടുള്ള ആരായിരുന്നു പിടിച്ച് ചുമ്മനം ചെയ്ത് ധൃതരാഷ്ട്ര അതെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിശ്വാസമില്ലാത്തവരുടെ കർമ്മ കൈ കൊടുക്കില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ. ഈ വിശ്വാസത്തിന്റെ ചരിത്രം പഠിച്ചാൽ വലിയ രസമാണ്. വിശ്വാസത്തിന്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 2026 2026 നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കിടക്ക് നോക്കുക. ഒറ്റയടിക്ക് ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴെ കിട്ടുതന്നാൽ ഒരുപാട് ആളുകൾ വഴി കൈമാറ്റം ചെയ്ത് വന്നത്. അങ്ങനെയാണ്. നിങ്ങൾ ആരും ബൈബിൾ തനിയെ വായിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചവരല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ. ബൈബിൾ വായിച്ച് പഠിച്ചവരായിരിക്കുന്ന ആരൊക്കെയോ നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചതല്ലേ? അല്ലേ? നമ്മളാരും ബൈബിൾ സ്വയമായിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഒരു നിത്യസ്വർഗം ഉണ്ടെന്നും നിത്യനരകം ഉണ്ടെന്നും വിശ്വസിച്ചവരാണോ? അല്ല. ആരോ നമ്മോട് പറഞ്ഞ് ഇത് ആരായി പറഞ്ഞത്? എത്രയോ ആളുകളുടെ കൈമാറ്റം ചെയ്താണ് ഈ സത്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നവീകരണ കാലം വരെ, ഏതാ നമ്മൾ പറഞ്ഞ മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ കാലം വരെ 1500 അതുവരെ ഉള്ളതായിരിക്കുന്ന കാലങ്ങളിൽ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള തിരുവചനത്തിന്റെ ഉപദേശം വളരെ വ്യക്തമൊന്നുമല്ല. അപ്പോൾ നവീകരണത്തിന്റെ കാലത്താണ് വിശ്വാസത്തെക്കുറിച്ചുള്ള തിരുവചന ഉപദേശം വ്യക്തമായി രൂപപ്പെട്ടത്. വിശ്വാസത്തിന്റെ പ്രാധാന്യം നവീകരണത്തിന്റെ മുന്നോടികൾ ഗ്രഹിച്ചിരുന്നെങ്കിലും അതിന്റെ ഉള്ളടക്കം, സ്വഭാവം എന്നിവയൊന്നും അധികം ഇന്നത്തെ പോലെ ചർച്ച ചെയ്ത് അവർ വിശ്വസിച്ചിരുന്നില്ല. അതേക്കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്തിരുന്നില്ല. അലക്സാണ്ട്രിയയിലെ വേദശാസ്ത്രികൾ വിശ്വാസവും പിസ്റ്റിസും ജ്ഞാനവും നോസിസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെയധികം സംവാദിച്ചിരുന്നു. പിസ്റ്റിസ് അപൂർണവും പ്രാഥമികവും, നോസിസ് സമ്പൂർണവും പര്യാപ്തവുമാണെന്ന് അവർ പറഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് അപൂർണവും അപര്യാപ്തവുമാണ്, എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് പര്യാപ്തവും പൂർണ്ണവുമാണെന്ന് അവർ പറഞ്ഞു. നോക്കിയോ, എന്തൊരു അബദ്ധം അവർ പറഞ്ഞത്. അപ്പൊ നവീകരണത്തിന് മുമ്പുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിലെ വേദശാസ്ത്രികൾ അങ്ങനെയൊക്കെ അബദ്ധം പറഞ്ഞത്. ജ്ഞാനത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്, വിശ്വാസത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ഈ ചിന്താഗതി തെർത്തുല്യൻ എന്ന മനുഷ്യനാണ് ആദ്യം പരസ്യമായി തള്ളിക്കളഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്നതിലല്ല, വചനം സത്യമെന്ന് പ്രസ്താവിക്കുന്നതിലാണ് വിശ്വാസം സ്വീകാര്യമായിരിക്കുന്നത്. തെർത്തുല്യൻ പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധിക്ക് സത്യമാണെന്ന് തോന്നുന്നത് കൊണ്ടല്ല ഒരു കാര്യം സത്യമാകുന്നത്, ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ തെർത്തുല്യൻ എന്തോ ഒരു മനുഷ്യൻ ആ ലോകത്തിലുള്ള എല്ലാവരും മറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു,
അപ്പൊ ഏത് കാലഘട്ടത്തിലും ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ സ്പോക്സ്മാൻ ഉണ്ട് എന്നുള്ളത് തെറ്റാവാകെ. ദൈവത്തിന് അങ്ങനെ വക്താക്കൾ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ദൈവത്തെ ഇതിന് വക്കാലത്ത് പിടിക്കാൻ ആരും ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന് തന്നെ ചെയ്യാം. എങ്കിലും മാനുഷികമായ ഭാഷയിൽ പറഞ്ഞ തർത്തുല്യനാണ് അങ്ങനെ ആദ്യം ആ കാര്യം പറഞ്ഞത്. വളരെ വലിയ ഒരു പ്രസ്താവനയാണ് താൻ ചെയ്തത്. അപ്പൊ ഏതെങ്കിലും വിഷയം വിശ്വാസമായിരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി ശരിയെന്ന് തോന്നുന്നതിനാലല്ല, പ്രത്യുത ദൈവവചനം സത്യമെന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ്. വിശ്വാസം എന്ന വാക്ക് വിശ്വാസത്തിന് വിധേയമായ വിഷയങ്ങളെ കുറിക്കുന്ന വാക്കുകളെ കുറിക്കുവാനാണ് തത്വം പറഞ്ഞത്. വിശ്വാസം എന്ന വാക്ക് വിശ്വാസത്തിന് വിധേയമായ വിഷയങ്ങളുണ്ട്. ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ഇങ്ങനെ ഒത്തിരി വാക്കുകളുണ്ടല്ലോ നമ്മൾ വിശ്വാസത്തിന് വിധേയമായ വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ ബാധിക്കുന്നതാണ് വിശ്വാസം എന്ന വാക്ക്. അത് നമ്മൾ വളരെ ലൈറ്റായിട്ട് പലപ്പോഴും ഉപയോഗിക്കും. എനിക്ക് നിന്റെ വിശ്വാസമില്ലെന്ന് പറയും. എനിക്ക് നിന്റെ വിശ്വാസം ഉണ്ടായിട്ടെന്താ, വിശ്വാസം ഇല്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ള കാര്യം. ഒരു മനുഷ്യനും അങ്ങനെ വിശ്വസിക്കരുത്. മനുഷ്യന്റെ വിശ്വസിച്ച ബോധ്യതകളാണ്. നിന്നെ പരിചയമായിടത്തോളം നീ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളാണെന്ന എൻ്റെ ബോധ്യത. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടെയും കുറച്ച് സംശയത്തോടുകൂടെയുമാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. എങ്കിലും ഞാൻ ഇടപെടും. ചില ആളുകൾ അങ്ങനെ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ മോശന്മാരായി തീർന്നവരുണ്ടല്ലേ. അപ്പോ നവീകരണത്തിന്റെ കാലത്തേക്ക് വരുമ്പോഴാണ് ഈ വിശ്വാസം എന്ന വാക്കിന് വ്യക്തമായിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ നൽകിയത്. രക്ഷ വ്യക്തിപരമാക്കുന്നതിനുള്ള പ്രാഥമിക വഴി എന്നുള്ളതിലധികം വിശ്വാസത്തെക്കുറിച്ച് അഗസ്റ്റീനോസിന്റെ കാലം വരെ ആരും ചിന്തിച്ചിരുന്നില്ല. സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആൾ വലിയ മനുഷ്യനാണ്, വലിയ ബുദ്ധിമാനാണ്. എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ആ പുസ്തകങ്ങളൊക്കെ ചെറിയ പേപ്പർ ബാക്ക് ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്, മലയാളത്തിലൊക്കെ കിട്ടുന്നുണ്ട്. വലിയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലം വരെ ആളുകൾ ചിന്തിച്ചിരുന്നത് ഈ രക്ഷ പ്രാപിക്കാനുള്ളതായിരിക്കുന്ന എന്തോ ഒരു സൂത്രം എന്നുള്ളതിനേക്കാൾ കൂടുതലൊന്നും അത് ആയിരുന്നില്ല. പക്ഷെ അഗസ്റ്റീനോസിന്റെ കാലം മുതൽ ഈ വിശ്വാസം എന്നുള്ളത് വളരെ വലിയ ഒരു വാക്കാണെന്നും അതിന് വളരെ ആഴമേറിയ അർത്ഥങ്ങളുണ്ട് എന്നും കാണുവാനും താൻ കാര്യങ്ങളിൽ ചിലതൊക്കെ വിശദീകരിച്ച് തരുവാനുമായിട്ട് കഴിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ വിശ്വാസം കേവലം ബുദ്ധിപരമായ അംഗീകാരവും മറ്റ് സന്ദർഭങ്ങളിൽ വിശ്വാസം സമർപ്പണവും ആശ്രയവുമായിട്ടാണ് അഗസ്റ്റീനോസ് ഗണിച്ചത്. ചില സന്ദർഭങ്ങളിൽ കേവലം ബുദ്ധിപരമായ അംഗീകാരം, മറ്റു ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല, അത് പൂർണ്ണ സമർപ്പണവും ആശ്രയവും. വ്യത്യാസമുണ്ടല്ലേ? ഒരു കാര്യം സമ്മതിക്കുന്നതും ഒരു കാര്യത്തിൽ ആശ്രയിക്കുന്നതും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം. നമ്മൾ പല കാര്യങ്ങളും സമ്മതിക്കും, പക്ഷെ നമ്മൾ ആശ്രയിക്കില്ല. ഒരു മനുഷ്യന് ഒരു സർക്കസ് കണ്ടിട്ടുണ്ടല്ലോ, വലിയൊരു കമ്പി, ഒരു 10 mm കമ്പി വലിച്ചു കെട്ടിയിട്ട് ആ കമ്പിയെ കൂടെ അയാൾ ഇങ്ങനെ നടന്നുപോയി. ഒരു 10-60 അടി നീളത്തിലാണ്, 10-50 അടി ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. നടന്നുപോയി. എന്നിട്ട് അയാൾ വന്നിട്ട് ഒരു വലിയ സൈക്കിൾ അയാൾ ആ ഉന്തിക്കൊണ്ട് അങ്ങനെ പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഒരാളെ എൻ്റെ തോൾ വെച്ചുകൊണ്ട് എനിക്ക് ഇതിൽ കൂടെ നടക്കാമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഉള്ള എല്ലാവരും തന്നെ കൈ ഉയർത്തി. ആ കൈ ഉയർത്തി ഒരാൾ പറഞ്ഞു, എന്നെ തോളിലോട്ട് കയറാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വേണ്ടെന്ന്. ഈ വിശ്വാസവും ആശ്രയവും തമ്മിലുള്ള, നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എൻ്റെ ജീവൻ നിന്റെ തോളിൽ വെച്ച് തരാൻ നിന്നെ ആശ്രയിക്കാൻ എനിക്ക്. അപ്പോൾ അയാളുടെ അനിയനോ ചേട്ടനോ അവിടെ ഇരുന്ന് അയാളോട് പറഞ്ഞു നീ കയറാൻ പറഞ്ഞു. കയറി. അയാൾ അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇനിയും ആർക്ക് കഴിയും? എല്ലാവരും കൈപോക്കി. എന്നാ കയറിക്കോ? ഇല്ല. ഈ പലർക്കും അങ്ങനെയാണ്. യേശുക്രിസ്തു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്നും യേശുക്രിസ്തു വിശ്വസിച്ചാൽ പാപമോചനം പ്രാപിക്കുമെന്നും ഒക്കെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നിന്നോടത് ചെയ്യാൻ പറയുമ്പോൾ എന്ത് പറയും? കാരണം അത്രത്തോളം അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു സെമിനാരിൽ, ഡോക്ടർ ചാൾസ് സ്മിത്ത് എന്ന് പറയും. ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ അദ്ദേഹം കോളേജിലെ ഒരു പ്രൊഫസറായിരിക്കുന്ന കാലത്താണ് ഒരു തീരുമാനമെടുത്ത് കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോകണം. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ അതേക്കുറിച്ച് സാക്ഷിയൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അപ്പൻ ആ സഭയുടെ പാസ്റ്ററാണ്. മകൻ എഴുതിട്ടെന്ന് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജോലി രാജിവെച്ച് പോകാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സാക്ഷ്യം പറഞ്ഞു. അവരെല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ ഒരു ദിവസം ഈ അപ്പൻ വിളിച്ചു, ചാൾസ് നീ ഇഞ്ഞ് വരാം. നീ ഒരു വർഷത്തിന് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. പിന്നെ നീ എന്താ ഒരു തീരുമാനം എടുക്കാത്തത്? അതെ, എനിക്ക് ഭാര്യയും 2 പിള്ളേരുമുണ്ട്. കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് എനിക്കൊരു ഭയം. എനിക്ക് ഭാര്യയും 2 പിള്ളേരുമുണ്ട്. ഈ ജോലി, നല്ലൊരു കോളേജിലെ പ്രൊഫസർ ജോലിയും രാജിവെച്ചിട്ട് ഞാനിങ്ങനെ സുവിശേഷത്തിനും പറഞ്ഞ് ഇറങ്ങിയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ്റെ ചോദ്യം ചോദിച്ചു.
ഡോക്ടർ സ്മിത്ത് തന്നെ ഇത് ക്ലാസ്സിൽ പറഞ്ഞ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞു, എടാ നിന്റെ ശരീരത്തെ രക്ഷിക്കുന്നതാണോ നിന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതാണോ പ്രയാസമുള്ള കാര്യം? നിന്റെ ശരീരത്തിന് ആവശ്യമായി തന്ന ഈ ലോകത്തിൽ 50-100 വർഷം നിന്നെ സംരക്ഷിക്കുകയാണോ, അതോ നിത്യ കാലങ്ങൾ നരകത്തിൽ നിന്റെ ആത്മാവിനെ രക്ഷിച്ച് നിത്യസ്വർഗത്തിൽ കൊണ്ട് സൂക്ഷിക്കുന്നതാണോ? ഏതാണ് പ്രയാസമുള്ളത്? നമ്മുടെ ശരീരത്തെ 10, 60, 70 ഇപ്പൊ എത്ര വർഷമായി? 57 വർഷമായി. ഇനി ഒരു 50 വർഷം കൂടി ജീവിക്കുന്നു വെച്ചു, 107 വർഷം വരെ ചുമച്ചും കുരച്ചും അവിടെ വേദന ഇവിടെ വേദനയും ഒക്കെ ആയിട്ടല്ലേ? അപ്പോ ഈ 57 വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് ദൈവത്തിന് സജ്ജയെ ഈ ലോകത്തിൽ സംരക്ഷിക്കുന്നതാണോ, അതോ സജ്ജയുടെ ആത്മാവിനെ നിത്യനരകത്തിൽ നിന്ന് നിത്യസ്വർഗത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതാണോ? വലിയ ജോലി. പറയാൻ എന്താ ഇത്ര പേടി? അത് തന്നെയാ പ്രോബ്ലം. അപ്പോ ചാൾസിന്റെ ഫാദർ ചോദിച്ചു, ഏതാ വലുത്? ചാൾസ് പറഞ്ഞു, എന്റെ ആത്മാവിനെ. അപ്പൊ നിന്റെ ആത്മാവിനെ നീ രക്ഷിച്ചില്ലേ? രക്ഷിച്ചു. ആരെ വാങ്ങിച്ചു തരാമെങ്കിൽ പിന്നെ കോട്ടിയോട് വാങ്ങിച്ചു കൊടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അന്ന് പിറ്റേ ദിവസം ജോലി രാജിവെച്ച് ഡോക്ടർ സ്മിത്ത് സുവിശേഷ വരയ്ക്ക് വേണ്ടി ഇറങ്ങി. അവർ മനസ്സിലാക്കി. അപ്പൊ നമ്മളൊക്കെ ഈ കർത്താവിനെ സേവിക്കാത്തത് കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ വിശ്വസിക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടി ആരെ വിശ്വസിക്കാനൊക്കില്ല? കർത്താവിനെ വിശ്വസിക്കാനൊക്കില്ല. അത് യാഥാർത്ഥ്യമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്കിവിടെ ഇരിക്കുന്ന എത്ര പേരെ സംബന്ധിച്ച് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ആകാനുള്ള സാധ്യത വളരെയധികം. കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വിശ്വസിച്ച ആളുകളാണ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കർത്താവിനെ വിശ്വസിക്കാനായിട്ട് കഴിയാതെ അല്ലേ? എന്താ അപ്പൊ വാസ്തവത്തിൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? അതാ ചോദ്യം. യഥാർത്ഥത്തിൽ ആ വിശ്വാസമായിരുന്നു. വലുതിനു വേണ്ടി വിശ്വസിക്കാമെന്ന് പറയുകയും ചെറുതിനു വേണ്ടി വിശ്വസിക്കാൻ ഒക്കില്ലെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വലുതിനു വേണ്ടി വാസ്തവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? അതോ ഒരു ചാൻസ് എടുക്കുകയായിരുന്നോ? ഒരു വാക്കല്ലേ ഉള്ളൂ, പറഞ്ഞേക്കാം, കർത്താവെ നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, സ്വർഗത്തിൽ പോകുന്നേ പൊക്കോട്ടെ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആശയങ്ങൾ നവീകരണ കാലഘട്ടത്തിന് മുമ്പ് ആളുകൾക്ക് മനസ്സിലായിരുന്നില്ലെന്നാ പറയുന്നത്. യേശുക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി, ഒരുപാട് ആളുകൾ വിശ്വസിച്ചു. പക്ഷേ അതിന്റെ ആ ഡെപ്ത്, ആഴമെന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അത്രത്തോളം ആ കാലഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. രക്ഷ വ്യക്തിപരമാക്കുന്നതിനുള്ള പ്രാഥമിക വഴി എന്നുള്ളതിലധികം വിശ്വാസത്തെക്കുറിച്ച് അഗസ്റ്റിനോസ് ആണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ചില സന്ദർഭങ്ങളിൽ വിശ്വാസം കേവലം ബുദ്ധിപരമായ അംഗീകാരവും മറ്റ് സന്ദർഭങ്ങളിൽ വിശ്വാസം സമർപ്പണവും ആശ്രയവുമായിട്ടാണ് താനെ ഗണിച്ചത്. നീതീകരണവും വിശ്വാസവും തമ്മിലുള്ള ശരിയായ ബന്ധം അഗസ്റ്റിനോസ് ഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിശ്വാസം യാഥാസ്ഥിതിക പ്രമാണങ്ങളുടെ സ്വീകാര്യമായിട്ടാണ് അക്കാലത്തെ സഭ ഗണിച്ചു വന്നിരുന്നത്. അതായത് കുറച്ച് അടിസ്ഥാനമായ വിശ്വാസങ്ങൾ ഏറ്റുപറയുന്നത്, അത് അംഗീകരിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അംഗീകരിക്കുന്നതിലാണെങ്കിൽ ലോകത്തുള്ള വലിയ സമുദായങ്ങളെല്ലാം എല്ലാ ഞായറാഴ്ച ഏറ്റു പറയുന്നത് എന്താ? അവരുടെ വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നുണ്ട്. ഞങ്ങൾ ഏകസത്യ ദൈവത്തിന് പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിന്റെ കന്യാജനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിന്റെ കാലുകളിലെ പാപപരിഹാര ബലിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിന്റെ അടക്കത്തിൽ 3-ാം ദിവസം ശരീരത്തോടുള്ള ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിൽ ദൈവത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം അവർ പറയുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ അന്ത്യത്തിൽ എന്ത് പറയും? ഞങ്ങളുടെ കരുണയുണ്ടാകണമേ, വിശുദ്ധ മാതാവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ അതിലൂടെ ആ പുണ്യവാളിനെയും വിളിക്കും, ഈ പുണ്യവാളിനെയും വിളിക്കും അല്ലേ. എന്നിട്ട് പിന്നെ എന്ത് പറയും? കുറെ കർമാദികൾ ചെയ്യുന്നതിലൂടെയാണ് രക്ഷയെന്ന് പറയും. അപ്പൊ വാസ്തവത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചത് കൊണ്ട് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അതാണ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. നവീകരണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന് വ്യത്യാസം വന്നത്. അടിസ്ഥാന ഉപദേശ പ്രമാണങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല. അത് ബുദ്ധിപരമായിരിക്കുന്ന ഒരു സ്വീകരണമെന്നും അംഗീകാരമെന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായിരിക്കുന്ന ഒരു ആശ്രയമാണ്. എൻ്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെയാണ് യഥാർത്ഥമായ രക്ഷയെന്ന് വിശ്വാസം എന്ന് പറയുന്നത്. ആ ആശ്രയം നമുക്കില്ല, പലപ്പോഴും ഇല്ല. ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴേ നമ്മളത് ആശ്രയം അത്രത്തോളം നമുക്ക് കുറഞ്ഞു പോകും. വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത് ഈ 1, 2, 1, 2, 3 ഫോർമുല എന്നുള്ളതിനേക്കാൾ വലുതാണ് വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് പറയാം. വിശ്വാസത്തിന് പല വകുപ്പുകളുണ്ട്. വസ്തുനിഷ്ഠ വിശ്വാസമുണ്ട്, ആത്മനിഷ്ഠ വിശ്വാസമുണ്ട്. പിന്നെ അതിനും പേരിൽ ഒബ്ജക്റ്റീവ് ഫെയ്ത്തും സബ്ജക്റ്റീവ് ഫെയ്ത്തും ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് പോയിട്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോമിങ് ഫെയ്ത്ത്, രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസം. അപ്പൊ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. വരുന്ന ആഴ്ചകൾ കർത്താവ് അനുവദിച്ച് അതേക്കുറിച്ചൊക്കെ നമുക്ക് കൂടി ചിന്തിക്കാം. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.